വാർത്തകൾ പല പേരും വരും. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് പാർട്ടിയും LDFുമാണ്. ഇലക്ഷൻ്റെ തീയതി ഇപ്പോൾ കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമില്ല. പാർട്ടി അതിൻ്റെ ബൂത്ത് തലം വരെയുള്ള തെരഞ്ഞെടുപ്പ് സംഘടനാ സംവിധാനമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ബഹുജനങ്ങളെ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം അറിയിക്കുന്നതിന് വേണ്ടിയുള്ള കുടുംബയോഗങ്ങളൊക്കെ നടന്നു വരികയാണ്. അപ്പോൾ പാർട്ടി അതിനു വേണ്ടി നേരത്തെ തന്നെ തയ്യാറെടുത്തതാണ്. അത് വ്യക്തിപരമായി തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല. പാർട്ടി ഓരോ ആളെയും ഓരോ ചുമതല ഏൽപ്പിക്കുമ്പോൾ ആ ചുമതല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡർമാർ അച്ചടക്കമുള്ളൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അതൊക്കെ അനുസരിക്കും. ദീർഘകാല MLA ആയിരുന്നു. അതുതന്നെ വലിയ അംഗീകാരമാണ് പാർട്ടി എനിക്ക് നൽകിയത്. അതുപോലെ ഒരു ജനപ്രതിനിധിയായി വീണ്ടും വീണ്ടും പോകേണ്ട കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നിർണ്ണയിക്കുന്നതല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിലേക്ക് നിൽക്കുന്ന ഇന്ത്യ സഖ്യം BJP പ്രതിരോധിക്കാനാണ് ഇന്ത്യ സഖ്യം. കോൺഗ്രസ് നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യ മതനിരപേക്ഷ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുകയല്ല, ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവരുടെ മുഖ്യ ശത്രു കേരളത്തിലെ ഇടതുപക്ഷം മാത്രമാണ്. പക്ഷെ കഴിഞ്ഞ തവണ സ്വീകരിച്ചതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി അവർക്ക് സ്വീകരിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു. കഴിഞ്ഞ തവണ 2019 അവർ നാട്ടിൽ പ്രചരിപ്പിച്ചത് ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ മത്സരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇടതുപക്ഷത്തിനല്ല വോട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ UDFനാണ് വോട്ട് ചെയ്യേണ്ടത്. ഭാവി പ്രധാനമന്ത്രിയുടെ സംസ്ഥാനമായ കേരളത്തിൽ നിന്ന് UDFൻ്റെ പ്രതിനിധികൾ ഡൽഹിയിലെത്തുക എന്നതാണ് പ്രധാനം എന്ന് പറഞ്ഞവർക്ക് അന്ന് പ്രധാനമന്ത്രിയായി രാഹുലിനെ കൊണ്ടുവരാനും കഴിഞ്ഞില്ല, രാജ്യത്തിലെ മുഖ്യ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ പോലും കഴിഞ്ഞില്ല. കേരളത്തിൻ്റെ ഒരു താല്പര്യവും അവർ പാർലമെൻറ്റ് അംഗങ്ങളായി ഇരിക്കെ സംരക്ഷിക്കാൻ പരിശ്രമിച്ചില്ല. കേരളത്തിന് അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം ജനങ്ങൾക്കറിയാം. അപ്പോൾ രാജ്യത്തിൻ്റെ താല്പര്യവും സംരക്ഷിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല, കേരളത്തിന് അർഹതപ്പെട്ടത് നേടിയെടുക്കാനും കഴിഞ്ഞില്ല. മാത്രമല്ല, കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുക എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം BJPയെ ജയിപ്പിക്കുക എന്നുള്ളതാണ്. കോൺഗ്രസ് അല്ല അവർ BJPയിലേക്ക് പോകാനിരിക്കുന്നവരാണ്. ഇന്ന് രാവിലെയും ചില കോൺഗ്രസ് നേതാക്കന്മാർ BJPയിലേക്ക് പോയതിൻ്റെ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത് കോൺഗ്രസ്സുകാരായാൽ BJP ഭരണത്തിലെത്തുകയാണ് ചെയ്യുക. അപ്പോൾ BJPയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയണമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണം. 2004 ഇടതുപക്ഷം അംഗസംഖ്യയിൽ കേരളത്തിൽ നിന്ന് കൂടിയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ BJP അധികാരത്തിൽ വരാതിരുന്നത്. അതുകൊണ്ട് 2024 2004 കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആവർത്തിക്കുക. കേസിൽ കോടതിയുടെ വിധികൾ വരുമല്ലോ, സ്വാഭാവികമല്ലേ. TP കേസിൽ CPMന് ഒരു പങ്കുമില്ലാത്തതാണ്. അതിലിപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നു. സ്വാഭാവികമായും അതിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ CPIMനെ വേട്ടയാടാൻ വേണ്ടി UDF ഭരണകാലത്ത് ആ കേസിനെ ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും ആ ശ്രമം ഹൈക്കോടതി അംഗീകരിച്ചില്ല എന്നുള്ളത് മോഹനം മാസ്റ്ററെ കീഴ്ക്കോടതി നിരപരാധിയാണെന്ന് കണ്ടെത്തി വിട്ടയച്ചത് സാധൂകരിക്കുന്നതിലൂടെ വ്യക്തമാണ്. ഇപ്പോൾ CPIMന് ഒരു പങ്കുമില്ലാത്തതാണ് ആ കേസ്. മാത്രമല്ല, വിധിയിൽ ഒരിടത്ത് അക്കാലത്ത് UDF സർക്കാരിൻ്റെ പോലീസ് സ്വീകരിച്ച കള്ളത്തെളിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് CPMകാരെ വേട്ടയാടാൻ വേണ്ടി നടത്തിയ നീക്കം തിരിച്ചറിയുകയും അന്ന് കള്ളത്തെളിവുണ്ടാക്കിയതിന്
ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നടപടിയെടുക്കാൻ കൂടി ശുപാർശ ചെയ്തിട്ടുണ്ട്. ശിക്ഷിക്കപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ. ശിക്ഷിക്കപ്പെട്ടവർ ആരാണോ അവരെല്ലാം അറസ്റ്റ് ചെയ്യല്ലോ, അത് സ്വാഭാവികമല്ലേ, കോടതി വിധിയല്ലേ. പാർട്ടിക്ക് പങ്കില്ല എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഇവരെയെല്ലാം തെറ്റായ രീതിയിലാണ് ഈ കേസിൽ പ്രതിയാക്കിയത് എന്നുള്ളത് ജനങ്ങളുടെ മുമ്പിൽ ബോധ്യമായതാണ്. ആ ജ്യോതിബാബുവിൻ്റെ വീട്ടിൻ്റെ പരിസരത്തുള്ള ജനങ്ങളോട് ചോദിക്കണം. ജ്യോതിബാബുവിനെ പ്രതിയാക്കുന്ന സമയത്ത് ജ്യോതിബാബു അവിടെ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അതുപോലെ കെ കെ കൃഷ്ണൻ ജീവിക്കുന്ന പ്രദേശത്തെ ജനങ്ങളോട് ചോദിക്കണം, അന്ന് എവിടെയായിരുന്നു, മോഹനൻ മാസ്റ്റർ എവിടെയായിരുന്നു എന്നുള്ളത് ജനങ്ങളത് പൂർണ്ണമായിട്ട് കണ്ടതല്ലേ. ഒരു പരിപാടിയിൽ പങ്കെടുത്ത് വരുമ്പോഴല്ലേ നാടകീയമായി കൊയിലാണ്ടിക്കടുത്ത് വെച്ചിട്ട് അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് പാർട്ടിയുടെ പങ്കില്ല എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല, വസ്തുതകളുടെയും സത്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പറയുന്നത്. ഓക്കെ, അത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതി കിട്ടുന്ന മുറക്ക് പ്രഖ്യാപിക്കും. പാർട്ടി തീരുമാനിക്കുന്നതാണ്. ഞാനോ ജില്ലാ സെക്രട്ടേറിയറ്റോ എന്ന നിലയിൽ ആ തീരുമാനം എടുക്കുന്നതല്ല. ലോകസഭാ സ്ഥാനാർത്ഥികളെയൊക്കെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി തീരുമാനിക്കേണ്ട കാര്യം. ഓക്കെ.